ബിജെപിയുടെ കേരളത്തിലെ അധ്യക്ഷൻ എന്താ പറഞ്ഞ്, ഞങ്ങൾക്ക് ആ സിസ്റ്റേഴ്സ് പുറത്തു വരണം, പറയുന്നതിൽ ആർജവമുണ്ടെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ ഛത്തീസ്ഗഡിലെ ബിജെപി നേതൃത്വത്തോടും ഛത്തീസ്ഗഡിലെ ബിജെപി ഭരണകൂടത്തോടും അവരുടെ വക്കീലന്മാർ കോടതികളിൽ ഈ സിസ്റ്റേഴ്സിനെതിരെ നിലപാടെടുക്കരുത് എന്ന് പറയുവാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നതാകും നല്ലത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് അവസരം നോക്കിയിരിക്കുകയാണ്. വർഗീയമായി രാജ്യത്തെ വിഭജിക്കുവാൻ, വർഗീയമായി രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുവാൻ അവസരം നോക്കിയിരിക്കുകയാണ്. നമ്മൾ അനുവദിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ രണ്ട് സിസ്റ്റേഴ്സ് ഇപ്പോൾ അവിടെ തടവിലായിരിക്കുന്നു. അവരുടെ മോചനം അനിവാര്യമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അതിലെല്ലാവിധ സംവിധാനങ്ങളോടെയും ആ മോചനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. സഖാ വൃന്ദ കാരാട്ട് ഉൾപ്പെടെ ജയിലിൽ പോയപ്പോൾ ആദ്യ ദിവസം എന്താ പറഞ്ഞ, അവർ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കില്ലേ, 4 മണിയാണ്. അപ്പോൾ പറയാണ് 4 മണിക്ക് ജയിലിൽ കയറ്റില്ല. അവർ പറഞ്ഞു ശരി, ഞങ്ങൾ പിറ്റേ ദിവസം കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആ സിസ്റ്റേഴ്സ് സഖാ വൃന്ദ കാരാട്ടിനോട് ഉൾപ്പെടെ ചോദിച്ച ചോദ്യമുണ്ട്, ഞങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരല്ലേ? ഈ ചോദ്യം നാളെ നിങ്ങൾക്കും നമുക്കും ചോദിക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിനെതിരെയായിരിക്കണം നമ്മുടെ പ്രതിഷേധം, നമ്മുടെ സമരം. അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നീതി നിഷേധത്തിനെതിരെയുള്ളതാണ്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഭരണഘടനാ ലംഘനത്തിനെതിരെ, അനീതിക്കെതിരെ. അവരെത്രമാത്രം അപമാനിക്കപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് അതേ കേന്ദ്രമന്ത്രി പറയുകയാണ്, ആ BJP സർക്കാരൊന്നും അല്ലേ TT പിടിച്ചത്.